ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാൻഡംലി. അപ്പം ഞാൻ ഖത്തറിൽ നിന്ന് വന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. എപ്പോൾ ഖത്തറിൽ നിന്ന് വന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ലുലു മാൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എന്തുപോലെയാണ്. അപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡും ബ്രദറും സിസ്റ്ററും പിന്നെ ഈ കിഡ്ഡൂസൊക്കെ ആയിട്ടാണ്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കാറിലായിരുന്നു. എൻ്റെ ബ്രദർ ഇന്ന് കാർ റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ കാർ റെൻ്റ് എടുത്തത് കാരണം നമുക്ക് കാറിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നിങ്ങളും കണ്ട പോലത്തെ ലുലു മാൾ എന്ന് നിങ്ങൾ കോമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് ഞങ്ങൾ ആദ്യം എത്തിയത് ഹൈപ്പർ മാർക്കറ്റിലാണ്. എമ്രുവിന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ആദ്യമായിട്ട് ഞാൻ വന്നത് ക്ലെൻസർ മേടിക്കാനാണ്. ഇന്നിപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ ബേബി ക്ലെൻസറും ഫീഡിങ് ബോട്ടിൽ, ഞാൻ സാധാരണ ഫീഡിങ് ബോട്ടിലായാലും ബൗളായാലും ബേബിയുടെ കഴുകാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസറാണ്, പീജിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു ടെഡ്ഡി ബെയർ പോലെ ഇരിക്കുന്നുണ്ട്. അത് ഒരു സോപ്പായിരുന്നു. അങ്ങനെ സോപ്പൊക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ പീജിൻ്റെയൊക്കെ ക്ലെൻസർ മേടിച്ചു. ഇത് വലിയ ബോട്ടിലാണ് കേട്ടോ മേടിച്ചത്. അത്യാവശ്യം വിലയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നേരെ, നല്ല വിശപ്പുണ്ടായിരുന്നു. അത് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ബില്ല് ചെയ്യണമല്ലോ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്ത് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി കിഡ്ഡൂസിൻ്റെ അടുത്ത് പറയുകയാണ്, പേയ്മെൻറ്റ് ചെയ്ത ബില്ല് കാണിച്ചാലേ നിങ്ങളെ പുറത്ത് വിടുകയുള്ളൂ. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ബില്ല് കാണിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് നേരെ ഫുഡ് കോർട്ടിലെത്തി. അൽബൈക്കിലാണ് വന്നത്. അൽബൈക്കിലെ ഫുഡ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചിട്ടുള്ളവരൊക്കെ കോമൻറ്റ് ചെയ്യുക. റേറ്റ് കൂടുതലാണെങ്കിലും നല്ല വേർത്താണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ബൈ ബൈ.